പ്രശസ്ത നടൻ രവികുമാർ അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 10:30 അന്ത്യം. നിരവധി മലയാളം, തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാല മലയാള സിനിമകളിൽ നായകവേഷങ്ങളിൽ തിളങ്ങിയ വ്യക്തിയായിരുന്നു രവികുമാർ. CBI ഡയറക്ടർക്കുറിപ്പ് 5ാം ഭാഗവും ആറാട്ടുമായിരുന്നു അവസാന സിനിമകൾ. അങ്ങാടി, അവളുടെ രാവുകൾ, തച്ചോളി അമ്പു, സൈന്യം എന്നിവയാണ് പ്രധാന ഹിറ്റുകൾ. IV ശശിയുടെ മിക്ക സിനിമകളിലും രവികുമാർ അഭിനയിച്ചിട്ടുണ്ട്. 1970കളിൽ പുറത്തിറങ്ങിയ മിക്ക സിനിമകളിലും നായകവേഷത്തിലും വില്ലൻ വേഷത്തിലും തിളങ്ങിയ താരമായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് അക്കാലത്തെ മലയാള സിനിമയിലെ തിളങ്ങി നിന്ന JN പ്രേംനസീർ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നായകനായും വില്ലനായും തിളങ്ങിയ അഭിനയ പ്രതിഭയായിരുന്നു അദ്ദേഹം. ഒരേ സമയം തന്നെ വിവിധ സിനിമകളിൽ തമിഴിലും മലയാളത്തിലുമായി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. അക്കാലത്തെ തിരക്കേറിയ നടൻ കൂടിയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് കൂടി ചേർന്നുണ്ട്. രാജീവ്, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 1970കളിലെ ഒരു സൂപ്പർ താരമായിരുന്നു ഇപ്പോൾ വിടവാങ്ങുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ ഇപ്പോഴും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എപ്പോഴായിരുന്നു ഈ ഒരു വിയോഗം സംഭവിച്ചത്? വിഷ്ണു, ഒരു കാലത്ത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന നടൻ രവികുമാർ അന്തരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 10:30 അന്ത്യം സംഭവിച്ചത്. 150ലേറെ മലയാളം, തമിഴ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാല മലയാള സിനിമകളിൽ നായക വേഷങ്ങളിലും തിളങ്ങിയ വ്യക്തിയാണ് രവികുമാർ. CBI ഡയറക്ടർക്കുറിപ്പ് 5ാം ഭാഗവും ആറാട്ടുമാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമകൾ. അങ്ങാടി, അവളുടെ രാവുകൾ, തച്ചോളി അമ്പു, സൈന്യം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഹിറ്റുകൾ. IV ശശിയുടെ മിക്ക സിനിമകളിലും രവികുമാർ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾ, ഒരുപക്ഷെ മലയാളി ഓർത്തിരിക്കുന്ന നിരവധി സിനിമകളിൽ തിളങ്ങിയ വ്യക്തിയാണ് ഇപ്പോൾ ഏതായാലും നഷ്ടമായിരിക്കുന്നത്. രാവിലെ 10:30 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഏതായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന് ഒരിക്കലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. കാരണം സിനിമാ ലോകത്തിന്, മലയാള സിനിമാ ലോകത്തിന്, അതുപോലെ തന്നെ തമിഴ് സിനിമാ ലോകത്തിനുമൊക്കെ അദ്ദേഹം നൽകിയ സംഭാവനകളും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അവസാന അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും മലയാളിക്ക് മറക്കാനാകാത്ത കഥാപാത്രങ്ങളെ സമ്മാനിച്ചു തന്നെയാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. വിഷ്ണു. ശരി, രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.